കേരളത്തിൽ ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷിഗല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ഇത് മലിനമായിട്ടുള്ള വെള്ളവും അല്ലെങ്കിൽ ഭക്ഷണവും വഴിയാണ് ശരീരത്തിലേക്ക് പടരുന്നത്. ശരീരത്തിൽ ഇത് അണുബാധ ഉണ്ടാക്കുന്നു. കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ വലിയവരിൽ ഉണ്ടാകുന്ന സിംറ്റംസ് വയറിളക്കം, ഛർദി, രക്തമയമായിട്ടും ഖബമായിട്ടും മലം പോകുന്നു. ഈ മലത്തിൽ നിന്ന് ഇൻഫെക്ഷൻ മറ്റ് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആകുകയും ചെയ്യുന്നുണ്ട്. ഈ മലം കണ്ടാമിനേറ്റഡ് ആകുന്ന വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം വഴിയാണ് ഇത് പടരുന്നത്. നിർജ്ജലീകരണം ഉണ്ടാകുകയും ചെയ്യുന്നു. പലർക്കും ദേഹാസ്വസ്ഥ ഉണ്ടാകുന്നു. പനി, ഛർദി, വയറിളക്കം, ക്ഷീണം, തളർച്ച ഒക്കെ കാണുന്നുണ്ട്. ഈ ഇൻഫെക്ഷൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആകുന്നത് വഴി പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതിന് നമുക്ക് എങ്ങനെയാണ് തടയാൻ സാധിക്കുക? ഇതൊരു വൈറൽ അല്ല, ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഇത് നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് പടരുന്നത്. നമ്മൾ ശുദ്ധമായിട്ടുള്ള പ്രോപ്പർലി കുക്ക്ഡ് ഫുഡ് ഐറ്റംസ് മാത്രം കഴിക്കുക. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഹാൻഡ് ഹൈജീൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കൈ വൃത്തിയായിട്ട് പ്രോപ്പറായിട്ട് കഴുകുക. കൈ കഴുകുന്നതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. ചെറിയ കുഞ്ഞ് മക്കളുള്ളവർ അവരുടെ നാപ്പി അല്ലെങ്കിൽ അവരുടെ മലമൂത്ര വിസർജനത്തിന് ശേഷം എല്ലാം പ്രോപ്പറായിട്ട് കൈ കഴുകണം. അവരുടെ ടോയ്ലറ്റ്സ്, അതായത് കുഞ്ഞുങ്ങളുള്ളവർ പ്രത്യേകിച്ച് പോട്ടിയിലൊക്കെ ഉപയോഗിക്കുന്നവർ ടോയ്ലറ്റ്സ്, പോട്ടി എല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. നമ്മളുടെ വീട്, പരിസരം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കഴിക്കുക. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക.